അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ഡോണറ്റ്സ് ആണ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു വിഭവമാണ്. പിന്നെ ചോക്ലേറ്റ്സിനെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഡോണറ്റ്സും കൂടി ആകുമ്പോൾ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഡോണറ്റ്സും കൂടി ആകുമ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു 1/2 കപ്പ് പാല് എടുത്ത് വെക്കുക. അതിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും വേണം. അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പക്ഷെ പാലെടുക്കുമ്പോൾ നല്ല വാം പാലെടുക്കുക, അതായത് ഇളം ചൂടുള്ള പാല് എടുക്കുക. 1/2 കപ്പ് പാല് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇളം ചൂടുള്ള പാലാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക ആദ്യം, എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. ഒരു പഞ്ചസാരയും ഈ പാലിൽ ശരിക്കും ലയിക്കത്തക്ക വിധത്തിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മളെ പാലിലേക്ക് ഈ 1.5 ടീസ്പൂൺ ഈസ്റ്റ് ഉണ്ടല്ലോ എടുത്ത് വെച്ചാൽ അതിട്ട് കൊടുക്കണം. പാലിൽ കിടന്ന് ഈസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പൊങ്ങി വരണം. ഒരു 10 മിനിറ്റ് ഈസ്റ്റ് ഇട്ടിട്ട് ഒന്ന് മാറ്റി വെക്കണം പാല്. ഇളം ചൂടുള്ള പാലിലേക്ക് ഈസ്റ്റ് ഇടുമ്പോൾ ഈസ്റ്റ് പെട്ടെന്ന് പൊങ്ങി വരും, ഈസ്റ്റ് നല്ല പെട്ടെന്ന് ആക്റ്റീവ് ആവും. അപ്പോൾ നമുക്ക് ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കണം ആദ്യം. എന്നിട്ട് നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാക്കി ചേരുവകളൊക്കെ തയ്യാറാക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഈസ്റ്റ് ഇതിൽ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു കോഴിമുട്ട ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഈ മുട്ടയുടെ സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ഒഴിച്ചത്. നന്നായി മിക്സ് ചെയ്തിട്ട് അതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ ഒരു അരിപ്പയിലേക്ക് 2 കപ്പ് മൈദ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അതിൽ കട്ടയൊക്കെ ഉണ്ടാവും മൈദയിൽ. അതൊന്ന് പോകാൻ സഹായിക്കും ഇങ്ങനെ അരിച്ചെടുക്കുന്നത് കൊണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ, മെൽറ്റ് ചെയ്ത ബട്ടർ ഒഴിച്ചു കൊടുക്കുക മൈദയിലേക്ക്. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മൈദയിൽ എല്ലാ ഭാഗത്തേക്കും ഈ ബട്ടർ എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാലേ നമ്മളെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ബട്ടർ എല്ലാ ഭാഗത്തേക്കും എത്തണം. അതിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയും വാനില എസൻസും ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മൾ പാലുണ്ടല്ലോ, പാലും ഈസ്റ്റും പഞ്ചസാരയും കൂടി ഇതായത് ഇത് നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറേശ്ശെ നമ്മളെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ച് കൊടുക്കാം. നമ്മൾ ഈ 2 കപ്പ് മൈദയിലേക്ക് ഇത് നല്ല കറക്റ്റ് വെള്ളമായിരിക്കും കേട്ടോ. ഇനി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വെള്ളം കൊണ്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. ഏറെയോ കുറവോ ഉണ്ടാവില്ല, നല്ല കറക്റ്റ് പരുവത്തിലായിരിക്കും, അങ്ങനെ കറക്റ്റ് അളവായിരിക്കും. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി ഒന്നിട്ട് എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആ ബൗളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്, കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് ഞാൻ കുഴക്കുന്നത്. ഒരു 5-6 മിനിറ്റ് കുഴച്ചാൽ മതിയാവും. എന്നാൽ തന്നെ നല്ലപോലെ ഒന്ന് കുഴഞ്ഞ് വരും. ഒന്ന് നല്ല സോഫ്റ്റ് ആവണം. ഇനി കുഴച്ചതിന് ശേഷം നമുക്ക് ഇത് ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ ഇപ്പോൾ ഈ ബൗളിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കുഴച്ച ഈ മാവുണ്ടല്ലോ ഇതിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒരു 3 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഡോണറ്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അപ്പോഴേക്കും ഈ മാവൊന്ന് പൊങ്ങി വരണം. അപ്പോൾ നമുക്ക് അതിൻ്റെ മാവിൻ്റെ മുകളിലും കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ തൊടുമ്പോൾ തന്നെ മാവ് താഴോട്ട് പോകുന്നത് പോലെ കാണാം. നമ്മൾ ആദ്യം വെച്ച അതേ അളവിലേക്ക് മാവ് ആയി വരും. ഇനി നമുക്ക് ഇത് കൗണ്ടർ ടോപ്പിൽ തന്നെ ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് ഉരുട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഞാൻ കുറച്ച് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ഡവ് ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് നല്ല പോലെ കൈ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന റോളറോ
പൈപ്പോ എന്ത് വെച്ചാണോ നിങ്ങൾ ചപ്പാത്തി പരത്തുന്നത് അത് വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ പരത്തണം. ഈ ഒരു കനത്തിൽ വലിയ നൈസായിട്ട് പരത്തേണ്ട, ഈ ഒരു കനത്തിൽ പരത്തിയെടുക്കാം. അതിനുശേഷം നിങ്ങളടുത്ത് ഡോണറ്റ് കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു ടിന്നിൻ്റെ മൂടി വെച്ചിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ നടുവിൽ ഒരു ചെറിയ കുപ്പിയുടെ മൂടിയോ എന്തെങ്കിലും വെച്ചിട്ട് സെൻറ്ററിലും കട്ട് ചെയ്യാം. ഞാൻ അപ്പോൾ ഒരു ടിന്നിൻ്റെ ഒരു അടപ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. സെൻറ്ററിൽ ഞാൻ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന നോസിലുണ്ടല്ലോ, കേക്കിന് ഡെക്കറേറ്റ് ചെയ്യുന്ന ആ നോസിൽ വെച്ചിട്ടാണ് സെൻറ്ററിൽ ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് ഡോണറ്റ്സിൻ്റെ ഷേപ്പിലാക്കി വെക്കുക. ഡോണറ്റ്സ് കട്ടർ ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. പക്ഷേ നമ്മൾ ഈ ഡോണറ്റ്സൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്നൊരു വിഭവമാണല്ലോ. അപ്പോൾ മിക്കവരുടെ വീട്ടിലും ഈ ഡോണറ്റ്സ് കട്ടറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു അടപ്പ് എന്തെങ്കിലും എടുത്താൽ അത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്താലും മതി. പിന്നെ കടയിൽ അതിന് വലിയ നല്ല ഷേപ്പൊന്നും ആവണമെന്നില്ലല്ലോ, നമുക്ക് കഴിക്കാനല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ട്രേയിലേക്ക് മാറ്റുക. കട്ട് ചെയ്തത് ഓരോന്നും ഒരു ബട്ടർ തടവിയ ഒരു ട്രേയിലേക്ക് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഇതിങ്ങനെ എല്ലാം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ചാൽ ഏറ്റവും നല്ലതാണ്. വീണ്ടും പൊങ്ങി കിട്ടും. പക്ഷേ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്ത് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള മാവ് വരുന്നത് ഇതുപോലെ പരത്തിയിട്ട് എല്ലാ മാവും കഴിയുന്നത് വരെ ഇതുപോലെ ചെയ്യുക. ഫുള്ള് ഡോണറ്റ്സ് കട്ട് ചെയ്തെടുക്കുക. എനിക്ക് ഈ ഒരു മാവ് കൊണ്ട് 17 ഈ വലുപ്പത്തിലുള്ള 17 ഡോണറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഇത്ര അളവിൽ മാവ് വെച്ച് ചെയ്യുമ്പോൾ 17 ഡോണറ്റ്സ് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഒരുപോലെ കട്ട് ചെയ്ത് അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ഞാൻ ഒരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു നനഞ്ഞ തുണി ഇട്ടിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി പൊങ്ങി കിട്ടും. പക്ഷെ ഞാനിവിടെ ഇപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതാവും. പക്ഷേ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്ന് വെച്ചാൽ ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രമേ ഇത് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ നിങ്ങൾ ഇട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചും തിരിച്ചിട്ട് കൊടുക്കണം. കാരണം ഇത് കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ഒരു മാറിപ്പോവും. ഡോണറ്റ്സിൻ്റെ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറ്, അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഈ ഒരു കളറ് ആവുന്നത് വരെ 2 സൈഡും കുക്ക് ചെയ്താൽ മതി. അതാവുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് എണ്ണയിൽ നിന്ന് മാറ്റണം. അപ്പോൾ അതുപോലെ എല്ലാ ഡോണറ്റ്സും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ടിഷ്യൂസ് വെച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. എണ്ണ ഒന്നും ഇല്ലാത്ത രീതിയിൽ ആക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്യുക. ഡോണറ്റ്സൊക്കെ ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിതൊക്കെ പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ എല്ലാ ഡോണറ്റ്സും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. വേണമെങ്കിൽ ഒന്നും കൂടി അങ്ങോട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വേവിക്കാം. പക്ഷേ കളറ് മാറിപ്പോയത്. ഈ കളറാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇതിലേറെ കൂടുതൽ കളറ് മാറാൻ പാടില്ല. ഇനി നമുക്കിത് ഒന്നും കൂടി തിരിച്ചിട്ടിട്ട് പാനിൽ നിന്ന് മാറ്റാം. ഞാനിതിപ്പോൾ സിമ്മിലാണ് വെച്ചിട്ടുള്ളത് ഫ്ലെയിം. അപ്പോൾ എല്ലാം ഒരുപോലെ ബ്രൗൺ ആവട്ടെ വിചാരിച്ചിട്ടാണ് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുത്തത്. ഈ ഒരു കളറുണ്ടല്ലോ ഇപ്പോൾ കാണുന്ന ഈ കളറാണ് നമുക്കിതിൻ്റെ കറക്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റണം. ഇനി നമുക്ക് മാറ്റാം. ഇതുപോലെ എല്ലാ ഡോണറ്റ്സും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാനൊരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ഗ്ലാസ് ബൗളും വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 3 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡറും കൂടി ഒന്ന് ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ചോക്ലേറ്റ് ഡോണറ്റ്സ് ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ
ചോക്ലേറ്റ് ബാർ ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് ബാർ മെൽറ്റ് ചെയ്താലും മതി. കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ചോക്ലേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ചിലവ് കൂടില്ല. ഇത് കൊക്കോ പൗഡർ 3 ടേബിൾ സ്പൂൺ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഡോണറ്റ്സുകളൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചോക്ലേറ്റ് ഉണ്ടാക്കി വെച്ചതാണ് ഇത് ഈ ബൗളിൽ. അപ്പം നമുക്ക് ഓരോരോ പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് വെച്ചിട്ടുണ്ട്, കുറച്ച് കാഷ്യൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡോണറ്റ്സുകളൊക്കെ നമുക്ക് ഇതേപോലെ ചോക്ലേറ്റിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് ഒരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എല്ലാ ഡോണറ്റ്സും ഇതുപോലെ ഒരു സൈഡ് മാത്രം ഇതുപോലെ ചോക്ലേറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെയെല്ലാം ചെയ്യാം. മൊത്തം 17 ഡോണറ്റ്സ് ഉണ്ട്. 17 ഡോണറ്റ്സ് ഇതുപോലെ ചെയ്യാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഇങ്ങനെ തന്നെ കഴിക്കാം. ഇനിയിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നട്ട്സും പിന്നെ എങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കഴിക്കാൻ എങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മളെ വീട്ടിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉള്ളത് വെച്ചാൽ അതിന് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നട്ട്സ് വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. കഴിക്കാനും കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ ചോക്ലേറ്റ് ഡോണറ്റ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് കുറച്ചും കൂടി സമയം നമ്മൾ ഡോണറ്റ്സ് ഉണ്ടാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഇത് പൊങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വലിപ്പമുള്ളതായിട്ട് തോന്നാറുണ്ട്. എനിക്ക് ഞാൻ പെട്ടെന്ന് ചെയ്തതുകൊണ്ട് ടൈമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു മണിക്കൂറും കൂടി ഒന്ന് നനഞ്ഞ തുണി ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി.